ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഓഫീസിൽ പോകുന്ന കോലം, ഒരു ചിന്ന എൻ്റെ ഒരുക്കം. ഫസ്റ്റ് തന്നെ ഞാൻ ഒലയുടെ ഡേ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഒലയുടെ ഡേ ക്രീമും നൈറ്റ് ക്രീമും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ക്രീമിനെ കുറിച്ച് ഞാൻ നേരത്തെ യൂട്യൂബിൽ ഒരു ചിന്ന ഷോർട്ട് ഇട്ടുണ്ട്, കാണാത്തൊരു പോയി കാണുക. ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തേക്കാം, കാണുക. അതേപോലെ തന്നെ ഒലയുടെ ഡേ ക്രീമും നൈറ്റ് ക്രീമും യൂസ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ലപോലെ രാവിലെ ഇപ്പം ഞാൻ ഇട്ടിട്ട് പോകുന്ന വൈകുന്നേരം മുഖത്തൊരു മോയ്സ്ചറൈസർ കാണും. നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. നല്ലപോലെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പൗഡർ ഇടുക. പൗഡർ എൻജോയിൻ്റെ പൗഡറാണ്. അതും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പൗഡറാണ്. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻജോയിൻ്റെ പൗഡർ ബോഡി ലോഷനായിട്ടും എൻജോയിൻ്റെ ബോഡി ലോഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റാണ് ഇതുപോലെ എൻജോയിൻ്റർ. ഇതിൻ്റെയൊക്കെ അഡിക്റ്റാണ് ഞാൻ. നല്ല പൗഡറാണ്. പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല പല ആക്ഷൻസ് ഉണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, പാവം കുഞ്ഞില്ലേ ഞാൻ, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട വിട്ടിക്ക. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഡാസ്ലറിൻ്റെ ഇത് വെച്ചാണ് കണ്ണെഴുതി കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുക. അതാണ് അപ്പുറം ഇപ്പുറമൊക്കെ തപ്പുന്നത്. ഡാസ്ലറിൻ്റെ കണ്ണെഴുതുന്നതാണ്. ചെറുതായിട്ട്, ഭയങ്കര ആലങ്കാരികമായിട്ടൊന്നും എഴുതുന്നില്ല. ജസ്റ്റ് ഒരു കറുപ്പ് കിട്ടാൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കണ്ണെഴുതില്ല എങ്കിൽ ഒരുമാതിരി കരഞ്ഞത് കണക്കിരിക്കും. കണ്ണെഴുതാതെ കരഞ്ഞത് കണക്കിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എന്നെപ്പോലെ കണ്ണെഴുതിയില്ല എങ്കിൽ കരഞ്ഞ ലുക്ക് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ഒരു പൊട്ടിടാൻ നോക്കി, പക്ഷേ ആ പൊട്ടി കൂടെ പോയി ഗൈസ്. പിന്നെ തപ്പാൻ നിന്നില്ല. പിന്നെ വേറൊരു പൊട്ടിയെടുത്തിട്ടു. ഹായ്, ഇപ്പം ഞാൻ എന്നെ തന്നെ നോക്കുന്നു. പിന്നെ മുടിയൊക്കെ അഴിച്ചു സെറ്റാക്കി, മുടിയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നനഞ്ഞ മുടി ഞാൻ അങ്ങനെ ചീപ്പാറില്ല. കൈ കൊണ്ടൊന്ന് കോതിയിട്ട് വൗത്തെടുക്കുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ചീപ്പ് വെച്ചും ചീപ്പത്തേ ഉള്ളൂ. അല്ലാതെ നനഞ്ഞ മുടി അങ്ങനെ ചീപ്പത്തില്ല. ഒരുമാതിരി എന്താ പറയുക, ചീപ്പിയ ഒരു മുടി കേടാവുമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ചീപ്പാറില്ല. ഈ വൗത്തെടുക്കുന്ന സ്ഥലം മാത്രം ഒന്ന് ചീപ്പി അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കി. ഇന്നലെ നൈറ്റ് കിടന്നപ്പം നമ്മൾ റോസ്മേരിയുടെ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ഒരു ഇത് മുടിയിലുണ്ട്. മോയ്സ്ചറൈസായിട്ടും നല്ല സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട് മുടി. ഈ നനഞ്ഞ മുടിയായതുകൊണ്ട് ഇച്ചിരി റിസ്ക്കുമാണ് കെട്ടാൻ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടും. കെട്ടാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനല്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടും. എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ കെട്ടി. അത് കഴിഞ്ഞൊരു കുഞ്ഞു മുടി ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. അതെൻ്റെ ഒരു കലാവിരുതാണ്. ഒരു മുടി ഫ്രണ്ടിൽ കിടക്കണം. ഈ വോയിസിൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ഗൈസ്, ക്ഷമിക്കുക. ബിഗ് ബോസ് തീരാറായല്ലോ. അതേപോലെ ബിഗ് ബോസിൽ ആര് വിന്നറാവുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസും കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ആര് വിന്നറാവും എന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഒരു മുടി ഫ്രണ്ടിലോട്ടൊക്കെ എടുത്തിട്ട് തലമുടിയൊക്കെ കെട്ടി സെറ്റാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടേക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. ഞാൻ ഇടയ്ക്കിടെ കുത്തലും സ്ലൈഡ് ഊരലും പൊക്കി വെക്കലും എല്ലാം ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. കുറച്ച് പൊക്കി വെക്കലും ഫ്രണ്ടിലോട്ട് എടുത്തിടക്കും ഇതൊക്കെ എൻ്റെ ഒരു കഴിവാണ് ഗൈസ്. കാര്യം തെറ്റിദ്ധരിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഴിച്ചിട്ട് നോക്കുന്നു, കിട്ടി വെച്ചാൽ കൊള്ളാമോ നോക്കുന്നു. അങ്ങനെ പല പല കോപ്രായങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്, ഏതാണ് എൻ്റെ മുഖത്ത് ചേരുന്നതെന്ന് വെച്ചാൽ. പക്ഷെ ഞാൻ കെട്ടിവെക്കുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ അഴിച്ച് തന്നെ ഇട്ടു. എത്രത്തോളം പൊക്കി വെക്കാൻ പറ്റുമോ മുടി അത്രത്തോളം ഞാൻ പൊക്കി വെക്കാനും ശ്രമിക്കുന്നുണ്ട് ഗൈസ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എൻ്റെ മുടി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടാനുള്ള ശ്രമമാണ്. എനിക്കൊരു അബദ്ധം പറ്റിയ ഗൈസ്. ലിപ്സ്റ്റിക്ക് ഇടാൻ സോറി ഗൈസ്. അതിൻ്റെ മുന്നിട്ട് ഞാൻ സിന്ദൂരം ഇട്ട് കൊടുത്തു. ചെറിയൊരു സിന്ദൂരം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്ക് കണ്ട് ഞാൻ പോയത്. പക്ഷേ പിന്നീട് എനിക്ക് എൻ്റെ അബദ്ധം മനസ്സിലായി. പിന്നെ ഞാൻ ചുണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് കേസ് ഇടാൻ. ചുണ്ടിലിട്ട് കൊടുത്തു. ഓവറായിട്ട് ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഞാൻ എടുത്ത് കണ്ണിൽ തേക്കാറുണ്ട് ഗൈസ്. നിങ്ങൾ കാണാൻ ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് എടുത്ത് ഞാൻ കണ്ണിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്കിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, സിസ്റ്റം യൂസ് ചെയ്യുന്നതാണ്. ചുറ്റും നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ ആ ലിപ്സ്റ്റിക്ക് തന്നെ ബാക്കി വന്നത് ഞാൻ മൂക്കിലും ഇടുന്നുണ്ട് ഗൈസ്. മൂക്കിച്ചിരി ചവന്നിരിക്കട്ടെ അല്ലേ. അങ്ങനെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്. എൻ്റെ ലിപ്സ്റ്റിക്കിന് മോഡില്ല ഗൈസ്. ഇവിടെ ഒരു ജൂലി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പട്ടിക്കുട്ടിയുണ്ട്.
അവളെൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് അവളൊന്ന് സൂപ്പറായിട്ടൊന്ന് ഒരുങ്ങാൻ ശ്രമിച്ചതാണ്. അവളെൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ മൂടും കൊണ്ടാണ് പോയത്. അതുകൊണ്ട് മൂടില്ലാത്ത ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്, ജിമിക്കിയാണ്. കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എന്നെ തന്നെ ആലങ്കാരികമായിട്ട് നോക്കുകയാണ് ഗൈസ്. എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ സുന്ദരിയാണെന്ന്. നിങ്ങൾ തന്നെ പറയൂ ഗൈസ്, നീ സുന്ദരിയല്ലേ? കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും ഞാൻ മുടി കെട്ടി നോക്കുന്നു. അഴിച്ചിടുന്നതാണോ ഭംഗി, കെട്ടി വെക്കുന്നതാണോ ഭംഗി? പിന്നെ ഞാൻ വീണ്ടും കെട്ടി വെച്ച് നോക്കുന്നു, അഴിച്ചിട്ട് നോക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാനിങ്ങനെ നിൽക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് കെട്ടി വെച്ച് നോക്കാം. പിന്നെ വിചാരിച്ച് വേണ്ട, അഴിച്ചിട്ട് നോക്കാം. സൈഡിലോട്ട് വെച്ച് കെട്ടി വെച്ചാലെന്താ, പിന്നെ ഇട്ടാലെന്താ? ഇങ്ങനെ പല പല ഫാഷൻസും ഞാൻ കാണിക്കാറുണ്ട് ഗൈസ്. നിങ്ങളൊന്നും അത് മൈൻഡ് ചെയ്യേ വേണ്ട. മിക്ക പെൺപിള്ളേരും ഇങ്ങനെ ആയിരിക്കും, പലതും കെട്ടി നോക്കാറായിരിക്കും. അതുപോലെ ഞാനും ഓരോന്ന് കെട്ടി നോക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് അവസാനം ബണ്ണ് നോക്കിയിട്ട് കണ്ണ് കിട്ടിയില്ല ഗൈസ്. അതാണ് ഞാൻ പിന്നെ വിചാരിച്ചു ബണ്ണ് തപ്പണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ അഴിച്ചിട്ടു. നിങ്ങൾ പറയൂ ഗൈസ്, ഏതാണ് എനിക്ക് ചേരുന്നത്? കെട്ടിയിടുന്നതാണോ അഴിച്ചിടുന്നതാണോ? ഇത്രയേ ഉള്ളൂ. എൻ്റെ സിമ്പിൾ മേക്ക് ഓവറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.